Hello friends, welcome back to Easy Lessons. In this small video, we will be discussing a small topic, sparse matrices. In the previous videos, we have discussed about two-dimensional arrays and how to find the addition of two matrices, how to multiply two matrices, how to find the transpose of the matrices. Here today we are going to deal about a different type of two-dimensional array which is known as sparse matrix. A sparse matrix is nothing but a matrix which contains most of the elements as 0. Usually we use two-dimensional numerical arrays to solve mathematical problems like problems related with matrices. And in some situation we have to store certain matrices in which the non-zero elements are very much less compared to the zero elements. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഗ്രാഫ് മാത്തമാറ്റിക്കൽ കൺസെപ്റ്റിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഗ്രാഫ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. ആ ഗ്രാഫിനെ നമുക്ക് പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു ഓൾട്ടർനേറ്റ് ഫോമാണ് മാത്സ് സ്റ്റുഡൻസ് ആണെങ്കിൽ അറിയുണ്ടാവും അഡ്ജസൻസി മെട്രിക്സ്. അപ്പോൾ അഡ്ജസൻസി മെട്രിക്സിലൊക്കെ കൂടുതലും സീറോസ് ആണ് വരിക, അല്ലെങ്കിൽ ലോവർ ട്രയാങ്കുലർ മെട്രിസസ്, അപ്പർ ട്രയാങ്കുലർ മെട്രിസസ്. ദീസ് ഓൾ ആർ എക്സാമ്പിൾസ് ഓഫ് സ്പാർസ് മെട്രിക്സ്. അതായത് കൂടുതൽ എലമെൻസും മോർ ദാൻ ഹാഫ് ഓഫ് ദ എലമെൻസും സീറോസ് ആണ് വരണമെന്നുണ്ടെങ്കിൽ ദാറ്റ് പെർട്ടിക്കുലർ മെട്രിക്സ് ക്യാൻ ബി കോൾഡ് ആസ് സ്പാർസ് മെട്രിക്സ്. അപ്പോൾ ഒരു സ്പാർസ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലും നോൺ സീറോ എലമെൻസിനേക്കാൾ കൂടുതൽ സീറോ എലമെൻറ്റ്സ് ആയതുകൊണ്ട് കുറേ അധികം സ്പേസ് വേസ്റ്റേജ് വരുന്നതായിട്ട് നമുക്ക് കാണാം. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. മെമ്മറി വേസ്റ്റേജ് ആണ് ഒരു സ്പാർസ് മെട്രിക്സിൻ്റെ മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. Here I have considered a matrix with 9 columns and 7 rows. So 9 rows, 9 columns and 7 rows. And here I have stored only 4 non-zero elements. And rest of all the elements are zeros. So as the matrix contains 7 into 9, 7 rows and 9 columns. So total there are 63 elements. So out of these 63 elements, we have stored only 4 non-zero elements. That is 8 bytes are only required to store useful information. Rest of the space is being wasted. So in the sparse matrix, memory wastage is a very big problem. So the main disadvantage of a sparse matrix is memory wastage. Out of these whole elements, we are storing only a few elements as non-zero elements. So the rest of the space is being wasted by storing zero data. അല്ലേ? അതായത് നമ്മളിപ്പോൾ ഇതിൻ്റെ മെട്രിക്സിൻ്റെ സൈസ് കൂടും തോറും ഇപ്പോൾ ഒരു 100x100 മെട്രിക്സ് ഒക്കെയാണ് കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1000 എലമെൻസിൽ ചിലപ്പോൾ 5 or 6 നോൺ സീറോ എലമെൻറ്റ്സ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു 5 or 6 നോൺ സീറോ എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെറുതെ കുറേ മെമ്മറി വേസ്റ്റ് ചെയ്യുന്നൊരു ഫീലിംഗ് ആണ് സ്പാർസ് മെട്രിക്സിൽ ഉണ്ടാവുന്നത്. സോ ഇൻ ഓർഡർ ടു റിമൂവ് ദിസ് പ്രോബ്ലം, അല്ലെങ്കിൽ ഇൻ ഓർഡർ ടു സോൾവ് ദിസ് പ്രോബ്ലം, വി ക്യാൻ സ്റ്റോർ ദ സ്പാർസ് മെട്രിക്സ് ഇസ് ആൻ alternate form that is known as a triplet form. ട്രിപ്ലെറ്റ് ഫോം എന്ന് പറയാൻ കാരണം ട്രിപ്ലെറ്റ് ഫോമിൽ എപ്പോഴും 3 കോളംസ് ആണ് ഫിക്സഡ് ആയിട്ട് ഉണ്ടാവുള്ളൂ. ദാറ്റ്സ് വൈ ഇറ്റ്സ് നോൺ ആസ് എ ട്രിപ്ലെറ്റ് ഫോം. ഇപ്പോൾ അവിടെ ഒരു മെട്രിക്സോടെ സെയിം മെട്രിക്സ് നമ്മൾ നേരത്തെ കൺസിഡർ ചെയ്ത സെയിം മെട്രിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ മെട്രിക്സിൻ്റെ ഒരു ഓൾട്ടർനേറ്റ് ഫോം അല്ലെങ്കിൽ ഒരു ട്രിപ്ലെറ്റ് ഫോമാണ് ഇപ്പുറത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ കാണാം, ഇത്രയും വലിയൊരു മെട്രിക്സിനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഓൾട്ടർനേറ്റ് ഫോമിലേക്ക് ചുരുക്കിയത്. എന്താണ് ഈ ഓൾട്ടർനേറ്റ് റെപ്രസെൻറ്റേഷൻ്റെ പ്രത്യേകത? ഇതിൽ ഫസ്റ്റ് റോ, മെട്രിക്സിൻ്റെ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? ഒറിജിനൽ മെട്രിക്സിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആയിരിക്കും പറയുന്നുണ്ടായിരിക്കാം. അതായത് ഇവിടെ നമ്മൾ പറയുകയാണ് 7 rows and 9 columns and 4 non-zero elements. So first row tells us that this is an alternate representation of an original matrix which contains 7 rows and 9 columns and 4 non-zero elements. അത് കഴിഞ്ഞാൽ following rows tells us about the details of non-zero elements. So we have already told here that this matrix contains 4 non-zero elements. So 4 rows will be following
and each row tells us about the non-zero element. Here the first row 2, 2, 6 tells us that in the second row, second element, the original matrix contains a 6. Here we can see that in the second row, second element is 6. And in the third row, seventh element is 5. In the third row, that means 1, 2, 3. 1, 2, 3, 4, 5, 6, 7. Okay, third row, seventh element is 5. Next is fifth row, third element is 3. And seventh row, sixth element is 5. So by representing the original sparse matrix in this triplet form, we can represent the original matrix by a very few memory spaces. So the important point to be kept in our mind is that an alternate representation always contains only 3 columns. And number of rows, what about the number of rows? Number of rows depends upon the number of non-zero elements. That is, if the original matrix contains 2 non-zero elements, the number of rows will be 2 plus 3. 2 rows for specifying the details of non-zero elements and 1 row for specifying the details of matrix. If the original matrix contains 4 non-zero elements, 4 plus 1 rows, that is 5 rows. That is 4 rows is used for representing the details of non-zero elements, and the 5th row is used to specify the matrix, the original matrix, rows and columns and number of non-zero elements. So in order to save the memory, we can always store the sparse matrices in its triplet form so that we can save a lot of memory. So let us consider one more example. Suppose we have a sparse matrix like this is our sparse matrix. So here I have 1, 2, 3, 4, 5, 6, 7, 8, 9, 10 rows. And 1, 2, 3, 4, 5, 6, 7, 8 rows and 10 columns. So this is a 8 by 10 matrix. So here only 3 non-zero elements are there. Rest of the elements are all 0. ഞാനിപ്പോൾ ഇവിടെ 0 കൊടുത്തിട്ടില്ല. 0 ആണ് ബാക്കിയുള്ള എല്ലാ എലമെൻസിലും വരുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ ആകെ നമുക്ക് സെക്കൻഡ് റോയിൽ ഫോർത്ത് എലമെൻറ്റ് 45 ആണ്. അതുപോലെ ഫിഫ്ത്ത് റോയിൽ തേർഡ് എലമെൻറ്റ് 67 ആണ്. സെവൻത്ത് റോയിൽ ഒരു 8th എലമെൻറ്റ് 76 ആണ്. ബാക്കിയെല്ലാം 0 ആണ് വരുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഓൾട്ടർനേറ്റ് റെപ്രസെൻറ്റേഷൻ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ബി യൂസിങ് a matrix with 3 rows and how many columns? 3 non-zero elements ആണുള്ളത്. അപ്പം 3 പ്ലസ് ഒരു റോ നമുക്ക് എന്തിനു വേണം? മെട്രിക്സിൻ്റെ കാര്യങ്ങൾ പറയാനായിട്ട് വേണം. സോ 4 elements, 4 rows and 3 columns ഉള്ള ഒരു ട്രിപ്ലെറ്റ് റെപ്രസെൻറ്റേഷൻ നമ്മളിവിടെ യൂസ് ചെയ്യാണ്. ഇവിടെ നമ്മൾ പറയാണ് ഒറിജിനൽ മെട്രിക്സ് കണ്ടെയ്ൻസ് how many rows? 1, 2, 3, 4, 5, 6, 7, 8 rows. So 8 rows and 10 columns, and it contains only 3 elements. And which are the 3 elements? In the second row, the fourth element is 45. And in the case of 67, it is stored in the 5th row. So 5th row, third element contains 67. And 7th row, 8th element contains 76. So this is a alternate representation. അപ്പോൾ നമുക്ക് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഒറിജിനൽ മെട്രിക്സ് കൊടുത്താൽ അതിനൊരു ട്രിപ്ലെറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മളൊരു മെട്രിക്സ് റീഡ് ചെയ്യുന്ന സമയത്ത് ഒറിജിനൽ മെട്രിക്സ് റീഡ് ചെയ്യുമ്പോൾ non-zero എലമെൻസിൻ്റെ കൗണ്ട് ആദ്യം കണ്ടുവയ്ക്കേണ്ടി വരും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഫസ്റ്റ് റോ ഫില്ല് ചെയ്യാണ്. ഫസ്റ്റ് റോ ഫില്ല് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതായത് ഇപ്പോൾ ബി എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ആണെങ്കിൽ ബി ഓഫ് 0, 0 ഈക്വൽ ടു ആർ, ബി ഓഫ് 0, 1 equal to C, number of columns, B of 0, 2 equal to non-zero elements എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒറിജിനൽ മെട്രിക്സ് എടുത്തിട്ട് ട്രാവേഴ്സ് ചെയ്യും. ട്രാവേഴ്സ് ചെയ്തിട്ട് എപ്പോഴാണോ ഒരു non-zero എലമെൻറ്റിനെ കാണുന്നത് അതിൻ്റെ റോ നമ്പറും കോളം നമ്പറും ആ ഒരു എലമെൻറ്റിനെയും ഇവിടെ കറസ്പോണ്ടിങ്ലി ഫിക്സ് ചെയ്ത് വയ്ക്കും.
അപ്പോൾ നമുക്ക് പ്രോഗ്രാം എങ്ങനെയാണ് ഇതിൻ്റെ എന്നുള്ളതൊന്നും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ. So here is a program for sparse matrix. So in the sparse matrix, I have declared two matrices, A and B. A contains 10 rows and 10 columns, and B is a alternate matrix. B is used for storing the triplet representation. Here B contains only 3 rows and 3 columns and 10 rows. Okay, so first of all, the user is being asked to enter the order of the original matrix, that is row and column, and the user will be giving the number of rows and columns. So after entering rows and columns, the matrix is being read from the user. Normal matrix is read from the user using for loop and scanf statement. We know how to read the two-dimensional arrays. And the original matrix is then printed on the screen. And then while printing, we are doing one more thing. നമ്മൾ non-zero elementsൻ്റെ കൗണ്ടും കൂടി ഈ ലൂപ്പിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ലൂപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ഓരോ പ്രാവശ്യം ട്രാവേഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് if a of ij not equal to 0, t is being incremented. So t contains a number of non-zero elements. ലൂപ്പ് കഴിയുന്ന സമയത്ത് മെട്രിക്സ് പ്രിന്റ് ചെയ്തിട്ടുണ്ടാവും. അറ്റ് ദ സെയിം ടൈം നമുക്ക് ടിയിൽ non-zero elementsൻ്റെ കൗണ്ട് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാണ്, ട്രിപ്ലെറ്റ് ഫോം നമ്മൾ പ്രിന്റ് ചെയ്യാണ്. സോ ഫസ്റ്റ് റോയിൽ, അതായത് ബി ഓഫ് 0 0 നമ്പർ ഓഫ് റോസ് വെച്ചു, ബി ഓഫ് 0 1 കോളംസ് വെച്ചു, ബി ഓഫ് 0 2 non-zero elements വെച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, കെ എന്ന് പറഞ്ഞൊരു വേരിയബിൾ 1 ആക്കി. കാരണം ബി എന്ന് പറഞ്ഞ മെട്രിക്സിലെ 0th റോവിൻ്റെ ഫില്ലിങ് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഫില്ല് ചെയ്യേണ്ടത് ഫസ്റ്റ് റോ ആണ്. സോ കെ ഈസ് സെറ്റ് ആസ് 1 ആൻഡ് വി ആർ ഗോയിങ് ടു സെർച്ച് അവർ ഒറിജിനൽ മെട്രിക്സ് ഫോർ ദ non-zero element. അപ്പോൾ ഒറിജിനൽ മെട്രിക്സിനെ നമ്മൾ ട്രാവേഴ്സ് ചെയ്യാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യാണ്, ഓരോ പ്രാവശ്യം ഓരോ എലമെൻറ്റിനെയും നമ്മൾ ചെക്ക് ചെയ്യാണ് വെദർ ഇറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. അങ്ങനെ non-zero എലമെൻറ്റിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു, കറസ്പോണ്ടിങ് എൻട്രി നമ്മൾ എവിടെ നടത്തും, ബി എന്ന് പറഞ്ഞ മെട്രിക്സിൽ നടത്തുകയാണ്. ബി ഓഫ് കെ 0, കെ ഇപ്പോൾ 1 ആണ്. സോ 1 എന്ന് പറഞ്ഞ റോയിലെ 0th എലമെൻറ്റിൽ i+1 എന്ന് പറയുന്നുണ്ട്. i എന്ന് പറയുമ്പോൾ ഇൻഡെക്സ് ആയിരിക്കും. സോ 0, അപ്പോൾ ഫസ്റ്റ് റോയിൽ നമ്മൾ കാണുന്ന സമയത്ത് 0 എന്നായിരിക്കും ഫസ്റ്റ് റോൻ്റെ ഇൻഡെക്സ്. അപ്പോൾ നമുക്ക് ശരിക്കും ഫസ്റ്റ് റോ എന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് i+1 ചെയ്യുന്നത്. b of k1 equal to j+1 and b of k2 equal to a of ij. അങ്ങനെ കംപ്ലീറ്റ് ട്രാവേഴ്സ് ഓരോ പ്രാവശ്യം ബിയിലെ ഓരോ റോ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴും കെനെ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് യൂസിങ് ദ ഹോൾ ഫോർ ലൂപ്പ് ഒറിജിനൽ മെട്രിക്സിലെ നമ്മൾ non-zero എലമെൻറ്റിനെ ഓരോ പ്രാവശ്യം നമ്മൾ സെർച്ച് ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നു, കറസ്പോണ്ടിങ് എൻട്രി ബി എന്ന് പറഞ്ഞ മെട്രിക്സിൽ നടത്തുന്നു. ആൻഡ് ആഫ്റ്റർ ഫില്ലിംഗ് ഓൾ ദ ഡീറ്റെയിൽസ് ഓഫ് non-zero element, we are going to print the alternate or triplet form for i equal to 0, i less than t+1. ദാറ്റ് ഈസ് നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് non-zero elements +1 ആയിരിക്കും. സോ i equal to 0, i less than t+1, i++. for j equal to 0, j less than 3, j++ എന്ന് പറഞ്ഞ് നമ്മൾ മെട്രിക്സ് പ്രിന്റ് ചെയ്യാണ്. സോ നമുക്ക് ഈ പ്രോഗ്രാമിനെ നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഓർഡർ ഓഫ് ഒറിജിനൽ മെട്രിക്സ് ചോദിച്ചു. നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാൻ ഒരു വലിയ മെട്രിക്സ് 5 റോസും 5 കോളംസുള്ള ഒരു മെട്രിക്സ് കൊടുത്തു. നമ്പർ ഓഫ് എലമെൻറ്റ്സ് കൊടുത്തപ്പോൾ മോസ്റ്റ് ഓഫ് ദ എലമെൻറ്റ്സ് നമ്മൾ 0 ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. നമുക്കൊരു 2 non-zero എലമെൻറ്റ്സ് ഞാൻ കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഒറിജിനൽ മെട്രിക്സ് ഈസ് 0 0. ഞാൻ ഗ്യാപ്പ് ഇട്ട് പ്രിൻറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ മെട്രിക്സ് ഒരു കൺജസ്റ്റഡ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ അവിടെ 3 എന്ന് പറഞ്ഞൊരു എലമെൻറ്റും 7 എന്ന് പറഞ്ഞൊരു എലമെൻറ്റും മാത്രമേ എന്തുള്ളൂ, non-zero എലമെൻ്റ് ഉള്ളൂ. ബാക്കിയെല്ലാം സീറോസ് ആണ്. അപ്പോൾ ട്രിപ്ലെറ്റ് ഫോമിൽ എന്ത് പ്രിൻറ്റ് ചെയ്തു തന്നു, 5 rows 5 columns and 2 non-zero element. Which are the 2 non-zero element? First row 5th element contains 3 and third row 2nd element is 7. നമുക്ക് ആ മെട്രിക്സ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഭംഗി, ഒറിജിനൽ മെട്രിക്സ് പ്രിൻറ്റ് ചെയ്യുന്നത് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടാണ്. അവിടെ നമുക്ക് കുറച്ചും കൂടി സ്പേസ് ഒക്കെ ഇട്ട് പ്രിൻറ്റ് ചെയ്താൽ കുറച്ചുകൂടി നീറ്റായിട്ട് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടും. അതുപോലെ ട്രിപ്ലെറ്റ് പ്രസൻറ്റേഷൻ എന്നുള്ള ആ മെസ്സേജൊക്കെ നമുക്കൊരു ന്യൂ ലൈനിൽ കൊടുത്താൽ കുറച്ചും കൂടി ഭംഗിയായിട്ട് നമുക്ക് സ്ക്രീനിനെ ഫോർമാറ്റ് ചെയ്യാം. ഒന്നുകൂടി റൺ ചെയ്ത് നോക്കാം. നമ്പർ ഓഫ് റോസ് ആൻഡ് നമ്പർ ഓഫ് കോളംസ് 6 rows and 4 columns.
എൻ്റർ ദ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞപ്പോൾ 6 rows 4 columns ആണ്. അപ്പോൾ ഇവിടെ ഞാൻ ഫുള്ള് കൂടുതലും നോൺ സീറോ എലമെൻറ്റ്സ് അല്ല സീറോ എലമെൻറ്റ്സ് കൊടുക്കുകയാണ്. ഒറിജിനൽ മെട്രിക്സ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. ഒറിജിനൽ മെട്രിക്സ് ഈസ് 7, 5, 8. ഇനി നമുക്ക് സ്പാർസ് ഫോം കിട്ടണം എന്നുണ്ടെങ്കിൽ ട്രിപ്ലെറ്റ് ഫോം ഓഫ് ദ മെട്രിക്സ് ഈസ് എന്ന് പറഞ്ഞിട്ട് 6 rows 4 columns and 3 നോൺ സീറോ എലമെൻറ്റ്സ്. സെക്കൻഡ് റോ ഫോർത്ത് എലമെൻറ്റ് ഈസ് 7, ഫോർത്ത് റോ തേർഡ് എലമെൻറ്റ് ഈസ് 5 ആൻഡ് സിക്സ്ത് റോ ഫോർത്ത് എലമെൻറ്റ് ഈസ് 8. അത് നമുക്ക് ട്രിപ്ലെറ്റ് ഫോമിൽ പ്രിൻ്റ് ചെയ്യാനായിട്ട് സാധിച്ചു. സോ ഹോപ്പ് ദ കൺസെപ്റ്റ് ഈസ് ക്ലിയർ ടു യു. സ്പാർസ് മെട്രിക്സ് എന്താണ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇറ്റ് ഇസ് എ 2-dimensional ന്യൂമറിക്കൽ അറേ വിച്ച് കണ്ടെയ്ൻസ് മോർ ദാൻ ഹാഫ് ഓഫ് ദ എലമെൻറ്റ്സ് ആസ് 0. അപ്പോൾ നമ്മൾ മെമ്മറി വേസ്റ്റേജ് കൂടുതൽ വരുന്നത് കൊണ്ട്, കാരണം കൂടുതൽ എലമെൻറ്റ്സും 0 ആകുമ്പോൾ കുറേ ബൈറ്റ്സ് 0 സ്റ്റോർ ചെയ്ത് പോവാണ്. സോ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദാറ്റ് വി ആർ യൂസിങ് എ ട്രിപ്ലെറ്റ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ എങ്ങനെ നമുക്കൊരു ഒറിജിനൽ മെട്രിക്സിനെ ട്രിപ്ലെറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നാണ് നമ്മൾ കണ്ടത്. Hope you like the video. Please share, like and subscribe the video. Once again, thank you.